ജിമ്മി, നമ്മൾ പലപ്പോഴും ബി ജെ പി നേതാക്കളുടെ അമിത ആത്മവിശ്വാസം കേട്ടിട്ടുണ്ട്. 33 സീറ്റ് കിട്ടിയാൽ പോലും 30 സീറ്റ് കിട്ടിയാൽ പോലും അധികാരത്തിൽ വരാമെന്ന് പറഞ്ഞത് കെ സുരേന്ദ്രനാണ് നേരത്തെ. ഇപ്പോൾ അമിത്ഷാ പക്ഷേ കുറച്ചുകൂടി റിയലിസ്റ്റിക് ആയിട്ടാണ് പറയുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ പ്രത്യേകിച്ച് തിരുവനന്തപുരവും തൃശ്ശൂരും അടക്കമുള്ള കോർപ്പറേഷനുകൾ പിടിക്കണം, 10 മുനിസിപ്പാലിറ്റികൾ പിടിക്കണം, 20,000-ഓളം വരുന്ന വാർഡുകളിലും നമുക്ക് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലെത്താനായാൽ 2026-ൽ 71 സീറ്റിലേക്ക് എത്താം എന്നാണ്. സാധ്യമാണോ? പിടിച്ചെടുക്കാനാകുമോ? ഈ 2026 അമിത്ഷായ്ക്ക് വർഷം മാറിപ്പോയതായിരിക്കാനാണ് സാധ്യത. അല്ലെങ്കിൽ നിയമസഭയിലെത്തും എന്ന് പറയാൻ വന്നിട്ട് നിയമസഭ പിടിക്കും എന്ന് പറഞ്ഞു പോകാനാണ് സാധ്യത. അമിത്ഷായ്ക്ക് ചെറിയ പുള്ളിയുടെ തള്ളുകൾ ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് 2 അക്കം നമ്മൾ പിടിക്കുമെന്ന് പറഞ്ഞു, ഒരു സീറ്റ് പിടിച്ചു. അത് പക്ഷേ ഇതിനകത്തൊരു വേറൊരു വസ്തുത കൂടിയുണ്ട്. കേരളത്തിലെ ജനം എങ്ങനെയാണ് BJPയെ കണ്ടുകൊണ്ടിരുന്നത് എന്നതിൽ നിന്ന് ഇപ്പോഴെങ്ങനെയാണ് കാണുന്നതെന്നൊരു പ്രകടമായൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. 2019 നിന്ന് 3.25% കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ BJP ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവരുടെ വോട്ട് ഷെയർ ഉയർത്തിയത്. അധികാരത്തിലിരിക്കുന്ന പാർട്ടി വീണ്ടും അധികാരത്തിൽ അവിടെ തുടരും എന്ന ഒരു പ്രതീക്ഷ ആ സമയത്ത് 11 നിയമസഭാ സീറ്റിൽ കഴിഞ്ഞ ലോക്സഭയിലെ കണക്കെടുത്ത് നോക്കിയാൽ BJP മുന്നിലെത്തിയിട്ടുണ്ട്. ഇത് 11 CPMൻ്റെ സീറ്റുകളാണ്. പിന്നെയുള്ള 9 എണ്ണത്തിൽ 2ാം സ്ഥാനം. ഈ 2ാം സ്ഥാനത്തിൽ 5 എണ്ണം UDF, 4 എണ്ണം LDF. വളരെ ക്ലോസ് ആയിട്ട് കോൺടെസ്റ്റ് ചെയ്ത 10 സീറ്റുകൾ, അതായത് 5000 വോട്ടിൽ താഴെ, അവിടെ 3ാം സ്ഥാനത്താണ് BJP. അപ്പോൾ അധികാരത്തിൽ വരാൻ സാധ്യതയുണ്ടെങ്കിൽ BJPക്ക് വോട്ട് കൊടുക്കാൻ ജനത്തിന് മടിയില്ല എന്നുള്ളൊരു കാലത്തിലേക്ക് നമ്മൾ എത്തുന്നു. വളരെ കാര്യമായി BJPയുടെ വോട്ട് ഷെയർ ഓരോ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് നോക്കൂ, അങ്ങനെ ഒരു വലിയ ഗ്രോത്ത് നമ്മൾ കാണുന്നില്ല. 2016 10.6%, അവിടെ നിന്ന് 2021 11.4. വളരെ ചെറിയ വോട്ട് ഷെയറിൻ്റെ വർധനവേ ഉണ്ടായിട്ടുള്ളൂ. അതിൻ്റെ കാരണം അങ്ങനെ അധികാരത്തിൽ വരാൻ സാധ്യതയുള്ള ഒരു പാർട്ടിയായി കേരള നിയമസഭ പിടിച്ചെടുക്കാൻ സാധ്യതയുള്ള ഒരു പാർട്ടിയായി BJPയെ കേരളത്തിലെ ജനങ്ങൾ കാണുന്നില്ല. പിന്നെ ഇത്രയും പറഞ്ഞിട്ട് മറ്റൊരു കാര്യം കൂടെ പറയാം. ഈ പൊതുവായ വോട്ട് ഷെയർ എന്ന് പറയുന്നത് ഒരു ഫാലസിയാണ്. കാരണം ചിലപ്പോൾ കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളിൽ മത്സരിക്കുമ്പോൾ നിങ്ങൾക്ക് കുറേ സീറ്റ് വോട്ട് കിട്ടും, അത് കുറച്ച് കുറയാൻ കൂടാം. പക്ഷേ ഒരു നിയമസഭാ സീറ്റിലുള്ള നിങ്ങൾക്ക് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാം. 10%-ത്തിൽ താഴെ വോട്ട് ഷെയർ ഉണ്ടായിരുന്ന സമയത്താണ് നേമത്ത് O രാജഗോപാൽ ജയിച്ചത്. അങ്ങനൊരു സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കേരളത്തിൽ കഴിഞ്ഞ തവണത്തെ 2021 നിയമസഭാ കണക്കാണ് ശരിക്കും ഇതിനകത്ത് റിയലിസ്റ്റിക്കായി എടുക്കേണ്ടത്. 2ാം സ്ഥാനത്ത് BJP എത്തിയ 9 സ്ഥലങ്ങളുണ്ട്. 9 സ്ഥലങ്ങളിൽ 6 എണ്ണം LDF, 3 എണ്ണം UDF. BJPയുടെ ഏറ്റവും അവസാനത്തെ ട്രാക്ക് റെക്കോർഡ് അതാണ്. അവിടെ വരെ എത്തി നിൽക്കുന്നുണ്ട് BJP. ഇവിടുന്ന് BJP മുന്നോട്ട് പോകുമോ ഇല്ലയോ എന്നുള്ളതാണ് നിയമസഭയുടെ കാര്യത്തിൽ. ഞാൻ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് ഞാൻ വരാം എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ഇപ്പം നമുക്ക് തന്നെ അറിയാവുന്ന തിരുവനന്തപുരത്ത് നേമത്ത് കഴിഞ്ഞ തവണ CPM ആണ് ജയിച്ചത്. വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം, ആറ്റിങ്ങൽ, അതുപോലെ തന്നെ ചാത്തന്നൂർ ഇത്തരം സ്ഥലത്ത് ഇടതു മുന്നണി CPI ആണ്. ചാത്തന്നൂർ ഇത്തരം സ്ഥലത്ത് ഇടതു മുന്നണിയാണ് ജയിച്ചത്. മോൾട്ടുമ്മ മലമ്പുഴയിലും A പ്രഭാകരൻ ജയിക്കുന്നു. BJP 2ാം സ്ഥാനത്ത് വരുന്നു. ഈ നേമത്ത് O രാജഗോപാൽ ജയിച്ച സ്ഥലത്താണ് CPM അക്കൗണ്ട് പൂട്ടിച്ചത്. എങ്ങനെയാണ്? കോൺഗ്രസിൻ്റെ ഒരു നല്ല സ്ഥാനാർത്ഥി വന്നപ്പോഴാണ് അക്കൗണ്ട് പൂട്ടിയത്. നിയമം ഒരു കേസ് സ്റ്റഡിയാണ്. കേരളത്തിൽ നല്ല സ്ഥാനാർത്ഥികളെ ഇടതുമുന്നണിയും UDFും കളത്തിലിറക്കിയാൽ BJP വേർക്കും. അതിൻ്റെ ക്ലാസിക് എക്സാമ്പിളാണ് നേമത്ത്. അപ്പോൾ ഈ സ്ഥലങ്ങളിലൊക്കെ BJPക്ക് ഓട് പിടിച്ചു നിൽക്കുന്ന വളരെ സ്ട്രോങ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് വന്നാൽ ഉറപ്പായിട്ടും ഒന്നെങ്കിൽ LDF ജയിക്കും, അല്ലെങ്കിൽ UDF ജയിക്കും. കാരണം കേരളത്തിൽ ജനങ്ങൾ BJP അധികാരത്തിലെത്തും എന്ന് വിചാരിക്കുന്നതേ ഇല്ല. അതുകൊണ്ടാണ് BJPക്ക് നേമത്ത് തുറന്ന അക്കൗണ്ട് പൂട്ടേണ്ടി വന്നത്. കോൺഗ്രസിൻ്റെ മോശം സ്ഥാനാർത്ഥിയാണ് നേമത്ത് BJPയെ ജയിപ്പിച്ചത്. ഇനി വേറൊരു രീതിയിൽ കൂടെ ഉണ്ട് കേട്ടോ. നിങ്ങൾ വടക്കോട്ട് പോയാൽ ഇങ്ങനല്ല. മഞ്ചേശ്വരം, കാസർഗോഡ് 2 മുസ്ലിം ലീഗാണ് ജയിച്ചത്. CPM 3ാം സ്ഥാനത്ത് പോയി. ടാക്റ്റിക്കൽ വോട്ടിംഗ് ആയിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം. CPM വോട്ട് മറിച്ചു. കാരണം CPM വളരെ ഇൻസിഗ്നിഫിക്കൻ്റ് ആയ സ്ഥലമാണ്. മഞ്ചേശ്വരത്ത് CPM വളരെ ഇൻസിഗ്നിഫിക്കൻ്റ് ആണ്. നോക്കൂ, LDFും UDFും സിഗ്നിഫിക്കൻ്റ് ആയ സ്ഥലത്ത് അവരുടെ വോട്ടുകൾ പിടിച്ചാൽ BJP ജയിക്കില്ല. ഇവർ രണ്ടുപേരും ആരൊരാളെ ജയിക്കുള്ളൂ. പക്ഷേ ഇവിടെ ഈ CPMോ അല്ലെങ്കിൽ UDFോ LDFോ ഇൻസിഗ്നിഫിക്കൻ്റ് ആയ സ്ഥലത്ത്
അവർ നല്ല സ്ഥാനാർത്ഥി നിർത്തിയില്ലെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ വോട്ട് BJP ഇതര സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്തില്ലെങ്കിൽ BJP ജയിക്കും. ഒരു കാലത്ത് മഞ്ചേശ്വരത്ത് BJPയെ സുരേന്ദ്രനെ ഒന്നും നിലം തൊടിക്കായിരുന്നു CPM-ന്റെ ടാക്ടിക്കൽ വോട്ടിങ്ങാണ്. ഇതേ സാധനം പാർലമെൻറ്റിൽ നമ്മൾ കണ്ടു. തിരുവനന്തപുരത്ത് ശശി തരൂർ, ഇപ്പോൾ BJP പാളയത്തിലേക്ക് ചാഞ്ഞിരിക്കുന്ന ശശി തരൂർ ഒരു കാരണവശാലും BJP ജയിക്കാതിരിക്കാൻ ഇവിടുത്തെ ഇടതുപക്ഷം കൊടുത്ത വോട്ടാണ് ശശി തരൂരിനെ ജയിപ്പിച്ചത്. അപ്പോൾ ചുരുക്കത്തിൽ ഇതിൻ്റെ ചുരുക്കം ഇതാണ്: കേരളത്തിൽ BJPക്ക് അധികാരത്തിലെത്താനുള്ള ഒരു സാധ്യതയില്ലാമെന്ന് ജനങ്ങൾ വിചാരിക്കുന്നിടത്തോളം കാലം UDF-നും LDF-നും വളരെ ശക്തിയുള്ള മണ്ഡലങ്ങളിൽ അവരുടെ സ്ഥാനാർത്ഥികൾ സ്ട്രോങ് ആയി നിന്നാൽ തന്നെ BJPയെ തടയാനാവും. CPM-ഓ LDF-ഓ UDF-ഓ ഇൻസിഗ്നിഫിക്കൻ്റ് ആയ സ്ഥലങ്ങളിൽ അവർ ടാക്ടിക്കൽ വോട്ടിംഗ് നടത്തിയില്ലെങ്കിൽ BJP ജയിച്ചു കയറും. ഇതിലേത് വേണമെന്ന് അവർക്ക് തീരുമാനിക്കാം. ഇപ്പം മഞ്ചേശ്വരത്തും കാസർഗോഡും ഒന്നും ഇനി ഇടതുമുന്നണി അങ്ങനെ ചെയ്യുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, നമുക്ക് വ്യക്തതയില്ല. പുതിയ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ഒരു തവണ കൂടി ഭരണം പിടിക്കാനുള്ള CPM-ൻ്റെ ഒരു വലിയ ശ്രമത്തിനിടയിൽ അങ്ങനെ ടാക്ടിക്കൽ വോട്ടിംഗ് അവർ കോൺഗ്രസിന് വേണ്ടി ചെയ്യുമോ എന്ന് വെച്ചാൽ നമുക്കറിയില്ല. എന്ന് മാത്രമല്ല, ഈ 9 സീറ്റ് അല്ലല്ലോ, കേരളത്തിൽ 140 സീറ്റുണ്ട്. ബാക്കി 131 സീറ്റിൽ BJPയുടെ നിലപാട് എന്തായിരിക്കും? അവർ തന്നെ പറയുന്നത് 5 മുതൽ 10 സീറ്റ് വരെ ജയിക്കാനുള്ള സാധ്യതയാണ്. അപ്പോൾ BJP ബാക്കിയുള്ള 130 സീറ്റിൽ എങ്ങനെയിരിക്കും? ആ BJPയുടെ നിലപാടിനെ ആശ്രയിച്ചിരിക്കും ബാക്കിയുള്ള കാര്യങ്ങൾ. അങ്ങനെയുള്ള ചർച്ചകൾ അണിയറയിൽ നടന്നാൽ, അങ്ങനെയൊക്കെ നടന്നാൽ ഈ ടാക്ടിക്കൽ വോട്ടിംഗ് അത്തരം സാധനങ്ങളെല്ലാം ചിലപ്പോൾ ഇതുവരെ നടന്നതുപോലെ ആയിരിക്കില്ല. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ BJP അക്കൗണ്ട് തുറന്നേക്കും. അങ്ങനെയാണെങ്കിൽ അക്കൗണ്ട് തുറക്കും. അങ്ങനെയാണെങ്കിൽ ടാക്ടിക്കൽ വോട്ടിംഗ് നടന്നിട്ടില്ലെങ്കിൽ BJP അക്കൗണ്ട് തുറക്കാൻ സാധ്യതയുണ്ട്. വളരെ ചുരുക്കം സ്ഥലങ്ങൾ, 5 പോവില്ല, 1, 2, 3 സ്ഥലങ്ങൾ തുറന്നേക്കാം. വീക്ക് കാൻഡിഡേറ്റ് വന്നാലും, ഇടതുമുന്നണിക്കോ UDF-നോ വീക്ക് കാൻഡിഡേറ്റ് വന്നാലും BJP അക്കൗണ്ട് തുറക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് വന്നാൽ ഇങ്ങനെയല്ല സ്ഥിതി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു ചെറിയ പഞ്ചായത്ത്, നഗരസഭ, ഇവിടെയൊക്കെ വേണമെങ്കിൽ BJP ജയിക്കാം എന്ന ഒരു വിശ്വാസം ജനങ്ങൾക്കുണ്ട്. ചെറിയ സ്ഥലമാണ്. കഴിഞ്ഞ ഇപ്പോൾ 12 മുനിസിപ്പാലിറ്റി അടക്കം പാലക്കാട് പലയിടത്തും പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആണ് BJPക്ക് കരുത്ത് കാണിക്കാനുള്ള ഒരു സുവർണ അവസരം. കുറച്ച് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് അവർ കടന്നു കയറും എന്നുള്ളത് സത്യമാണ്. പക്ഷേ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പും ഇനി വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പും തമ്മിൽ പുലബന്ധം പോലും ഉണ്ടാകില്ല. BJP അക്കൗണ്ട് തുറന്നാലായി. പക്ഷേ ഈ നിയമസഭയിൽ പ്രധാന പ്രതിപക്ഷം പോയിട്ട് 2 അക്കത്തിലേക്ക് എത്തുന്ന കാര്യം പോലും ആലോചിക്കുക വേണ്ട. BJP അതിൻ്റെ അടുത്ത് പോലും എത്തില്ല. Meet the editors.